ഗൈസ് 10K മമ്മി 10K കഴിക്കാം. നോക്കാം, റിഫ്രഷ് ചെയ്ത് നോക്കല്ലേ. 10K കഴിക്കാം. 10,000 10ആയി ഗൈസ്. അങ്ങനെ നമ്മുടെ ഉമ്മാക്ക് 10,000 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. ഇത് നമ്മുടെ വിജയം. ഇത് 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആക്ച്വലി ഉമ്മയുടെ ഡെഡിക്കേഷൻ ഇത് സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷമായ? എല്ലാവർക്കും താങ്ക്സ്. എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്തവർക്കും അതുപോലെ നെഗറ്റീവ് കമന്റ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അതൊന്നും സാരമില്ല, അതൊക്കെ ഇടണം. അതൊക്കെ ഇടണമെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ. അതെ, വളരെ വളരെ സന്തോഷം. 10,000 സബ്സ്ക്രൈബർ അടിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് അനദർ ഗുഡ് ന്യൂസ് അല്ലേ മമ്മി? എന്താണ് അടുത്ത വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ടായിരുന്നല്ലോ? ഇനിയുണ്ട് അടുത്തത്. അങ്ങനെ ചാനല് മോണിറ്റൈസേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എത്തി. ഇതെന്നാണ് ഇത് ആയത്? മോണിറ്റൈസേഷൻ ആയിട്ട് 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ? 20-ാം തീയതി ഫുൾ മോണിറ്റൈസ്ഡ് ആയി. ഡോളറും ആക്ച്വലി കയറി തുടങ്ങിയിട്ടുണ്ട്. അമ്മക്ക് ഇങ്ങനെ ചാനലിൽ തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് ലൈക്ക് റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും എന്തൊക്കെയായിരുന്നല്ലേ, പൈസയൊക്കെ വന്ന് തുടങ്ങിയോ, പൈസയെങ്കിലും കിട്ടുമോ, പൈസ കിട്ടി തുടങ്ങിയോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. നമുക്കൊരു സന്തോഷമല്ലേ. പക്ഷേ അത് അവർക്കുള്ളൊരു മറുപടിയാണ്. ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി, ഡോളർ കയറി തുടങ്ങി. മന്ത് എൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളത് പറയുന്നതായിരിക്കും അല്ലേ മമ്മി? കാരണം ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഞങ്ങൾ ആക്ച്വലി ഇന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മയുടെ ഒരു വീഡിയോ ഇന്നലെ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇങ്ങനെ നല്ലപോലെ കേക്ക് കണക്കിന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ബ്രദറും കൂടെ മമ്മിക്ക് ഇന്നൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും നോമ്പ് കുറിക്കുമ്പോൾ കട്ട് ചെയ്ത് കഴിക്കും. കാണിച്ചു തരാം മമ്മി. എൻജോയ്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പോയി. നോമ്പ് എന്തായാലും നോമ്പ് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാൻ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, കൺഗ്രാറ്റ്സ് മോം. ഗീ ബട്ടർ ക്രഞ്ച് അങ്ങനെയാണ് കേക്കിൻ്റെ പേര്. അപ്പം കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആദ്യം ഞാൻ കുക്കിങ്ങിലാണ് തുടങ്ങിയത്. കുക്കിംഗാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് എന്തെങ്കിലുമൊക്കെ കണക്കിനൊക്കെ ചെയ്ത്, പക്ഷെ അതിലൊക്കെ വ്യൂസ് കുറവായിരുന്നു, ഒരുപാട് കുറവായിരുന്നു. എന്നാലും അത്രയ്ക്കുള്ള ഇതേ ആയുള്ളൂ. എങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ 5,000 സബ്സ്ക്രൈബ് ആയായിരുന്നു. 2 വീഡിയോ വെച്ചിട്ടിട്ടുണ്ടിരുന്നു. അതുപോലെ 3 ഷോർട്സ് വെച്ചിട്ടിട്ടുണ്ടിരുന്നു. ഇപ്പം അങ്ങനെ ഷോർട്സ് ഒന്നും ഇടാറില്ല, 1-2. പിന്നെ അതിനുശേഷം കുക്കിംഗ് വീഡിയോ, പിന്നെ ഇതുപോലെ വ്യൂസൊക്കെ കുറവായിരുന്നു. അങ്ങനെ ആയപ്പോൾ വിചാരിച്ച് ഒന്ന് മാറ്റി പിടിച്ചാലോ. അങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോയിലേക്ക് പോയി. അറിഞ്ഞൂടായിരുന്നു, എങ്കിലും ഞങ്ങൾ തന്നെ വിചാരിച്ചില്ല അമ്മക്ക് ഇത്രയും കഴിവുണ്ടെന്ന്. ാണ് മീൻസ് എൻ്റെ ബ്രദർ മടമോൻ ആണ് പറഞ്ഞത് ഇതുപോലെ നമുക്ക് കുക്കിംഗ് മാറ്റിയിട്ട് റിയാക്ഷൻ ചെയ്യാം. എങ്കിലും വല്ലപ്പോഴും കുക്കിംഗ് കൂടെ ഇടും. കുക്കിംഗ് ആവുമ്പോ എല്ലാം മേടിച്ച് മുടിയിടും. സത്യം പറഞ്ഞ അതിനായിട്ട് തന്നെ ഒരുപാട് പൈസ പിന്നെ നിന്ന് കഷ്ടപ്പെടണം, പാചകം ചെയ്ത് അങ്ങനെയൊക്കെ ആയി. വെറുതെ ഇങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മക്കൾ തന്നെയാണ്, മോനും മോളും. മോനാണ് കൂടുതൽ നിന്നമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട, നിങ്ങളെന്തിനും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതൊന്നും പറയണില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം കുഴപ്പമില്ല, അപ്പം ഹാപ്പിയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി, അങ്ങനെ ഞാൻ കുക്കിംഗ് ഒക്കെ തുടങ്ങി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നിനും സമയമില്ലാതെയായി, ബിസിയായി. ഒന്നിനും സമയമില്ല. 2 വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഒക്കെ ചെയ്തെടുക്കണം, അതുപോലെ അതിന് ഷോർട്സ് ഒക്കെ പിടിക്കണം, ചിന്തിക്കാനുള്ള സമയമില്ല. ഒന്നിനും ഇല്ല. അപ്പം കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങ് കയറി പോയി. ടെൻഷനും ഇല്ല, ഒന്നുമില്ല, എല്ലാം ഹാപ്പിയാണ്. അമ്മമാരെന്താന്ന് ചെയ്യണം, ഇങ്ങനെ വീടുകളിൽ ചിലപ്പോൾ എത്രയോ പേര് വിഷമിച്ചിരിക്കണവർ കാണും. അപ്പം ഇതുപോലെ നമുക്ക് വേറൊന്നും വേണ്ട, ഒരു ഫോൺ മാത്രം മതി. ഫോൺ വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം കണ്ടന്റുകൾ കാണും. നമ്മൾ സ്വയം അങ്ങ് തീരുമാനിക്കണം ഒരു കണ്ടന്റ് ഇങ്ങനെ അങ്ങ് ചെയ്യുക എന്നുള്ളത്.
ചെയ്ത് ഇട്ട് ഇതുപോലെ ടെൻഷനും എല്ലാം മാറും, ഉയരങ്ങളിലേക്ക് വരണം, നല്ലതുപോലെ വീഡിയോസുകളൊക്കെ ചെയ്യണം. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഉമ്മ എന്താണ് ഉമ്മയുടെ ഒരു ഗ്രോത്ത് സ്റ്റേജ് ആക്ച്വലി ഞാനും ഇക്കായും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തേന്ന് വെച്ചാൽ ഉമ്മക്ക് വീഡിയോ എടുക്കാൻ അറിഞ്ഞൂടാ, സംസാരിക്കാൻ അറിഞ്ഞൂടാ. പക്ഷേ പിന്നെ ഉള്ള ഉമ്മ എന്ന് പറഞ്ഞാൽ വേറെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഭയങ്കര അറപ്പായിരുന്നു. പിന്നെ ക്യാമറയുടെ മുന്നിൽ വരാനും സംസാരിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ തന്നെയാണ്, മക്കൾ തന്നെയാണ് എനിക്ക് ധൈര്യം തന്നതും. അങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നിങ്ങൾ നല്ല ഇതായിട്ട് നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു തന്നു. ഇപ്പം എനിക്ക് ഒരു വിഷയവും ഇല്ല. ഞാൻ ശരിക്കും നമ്മൾ ആ വീട് മാറിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഉമ്മ അടുക്കളയിൽ പാചകവും ചെയ്ത് അങ്ങനെ ഇങ്ങനെ പാചകവും ചെയ്ത് തുണികളും കഴുകി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഒരു സിനിമാ കഥ പോലെ എടുക്കാനുള്ള കഥയുണ്ട് ജീവിതത്തിൽ തന്നെ. അന്ന് എടുക്കാത്തതാണ് നല്ലത്. ഇപ്പം നമ്മൾ ഒരു വാടക വീട്ടിലാണ്, ഞാനും എൻ്റെ 2 മക്കളും ഒരു വാടക വീട്ടിലാണ്. ഇനി ഒരു കുഞ്ഞു വീടൊക്കെ നമുക്ക് ഒപ്പിക്കണം. ഏറ്റവും വലിയ ഒരു മനുഷ്യന് വേണ്ടത് ഏറ്റവും വലിയത് ഒരു കിടക്കാട. അതെന്ന് പറഞ്ഞാൽ നമുക്ക് തോനെയൊന്നും വേണ്ട, മക്കളെയും കൊണ്ട് ഇട്ടുകൊണ്ട് കിടക്കാൻ ഒരു ചെറിയ ഒരു മാടം, ചേർത്ത് നിർത്താൻ പോലും ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ഞാനും 2 മക്കളും മാത്രം. പക്ഷെ അത് നല്ലതായി എന്നല്ലേ പറയാൻ. പക്ഷെ ആരും ഇല്ലാത്തൊരു അവസ്ഥ, ഒരു ഒറ്റപ്പെട്ട് കിടക്കണ ഒരിത്. പക്ഷേ ശരിക്കും നല്ലത് തന്നെയാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. എല്ലാ പ്രയാസങ്ങളും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു, എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ, അങ്ങനെയൊക്കെ ഉള്ള ഒരിത് ഇതുവരെ എത്തി. ഇപ്പൊ സന്തോഷമാണ്. ഇപ്പൊ ഒന്നും മനസ്സിലൊന്നും ഇല്ല, എല്ലാ വിഷമങ്ങളും ഇല്ല. എനിക്ക് വിഷമിക്കാനും ഓർക്കാനും ഒന്നിനും സമയമില്ല. കേൾക്കുന്നത് തന്നെ, ആ പഴയ കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ എനിക്കിപ്പൊ വെറുപ്പാണ്. വളരെ സന്തോഷം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യുന്നതാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ എന്തായാലും ബന്ധുക്കാർ പോലും 5K ആയപ്പോഴേ അറിഞ്ഞോളായിരുന്നു. അല്ലാതെ 2 മക്കൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തോളായിരുന്നു. ഫസ്റ്റ് സബ്സ്ക്രൈബില് 2 പേര് മാത്രമേ 2 സബ്സ്ക്രൈബിൽ നിന്നാണ് ഞാൻ കയറിയത്. ഇതുവരെ എത്തിച്ച എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഇനി അതുപോലെ ഉയരങ്ങളിൽ എത്തിക്കണം. അതുകൊണ്ട് പറയാം.